ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു വ്ളോഗാണ് കേട്ടോ. ചെറിയ വീഡിയോ അല്ല, കുറച്ചധികം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എൻ്റെ തറവാട്ടമ്പലത്തിൽ, എൻ്റെ അച്ഛൻ്റെ തറവാട്ടമ്പലത്തിൽ പോവുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി, അമ്മ, പിന്നെ അമ്മായി, വല്യച്ഛൻ, അവരുടെ മക്കൾ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടുന്നൊരു ദിവസമാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇത് ഒരു വീഡിയോ ഇടണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 7 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ രാവിലെ 3:30 ആകുമ്പോൾ ഞങ്ങൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. എണീറ്റ് എല്ലാവരും ഇത് കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഒരു ടൈം ആവുമെന്ന് പറയാം. അപ്പോൾ നേരത്തെ തന്നെ എണീറ്റു. ആസ് യൂഷ്വൽ എന്നുള്ള പോലെ ആദ്യം തന്നെ നമ്മുടെ പണികൾ അടിച്ചു വാരുക, തുടയ്ക്കുക, വീട് വൃത്തിയാക്കുക, വിളക്ക് വയ്ക്കുക, അതൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ ഞാൻ പരമാവധി എവിടേക്ക് പോവുകയാണെങ്കിൽ, എത്ര നേരത്തെ പോവുകയാണെങ്കിൽ എൻ്റേതായ പണികളൊക്കെ തീർത്ത് വെച്ച് പോകാൻ നോക്കിയിട്ട് പിന്നെ നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ട. കാരണം ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് കഴിക്കുക. ഒരു ടൈമാവും. പാലക്കാട് മാങ്കുറിശ്ശിയിലാണ് വരുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ എൻ്റെ പണികൾ നോക്കുമ്പോഴേക്ക് പിള്ളേരൊക്കെ എണീറ്റ് വന്നു കേട്ടോ. അവരൊക്കെ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ എന്ത് ഹാപ്പി, വിളിക്കേണ്ട ആവശ്യമേ ഇല്ല, തന്നെ എണീറ്റ് വന്നിട്ട്. അപ്പോഴേക്ക് ഞാൻ എൻ്റെ പണികൾ കഴിഞ്ഞ് കുളിച്ച് വന്നു. ഇപ്പോൾ തലേ ദിവസം ചപ്പാത്തി വാങ്ങിച്ചിട്ട് ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാമ്പാർ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ലൈറ്റായിട്ടൊന്ന് കഴിച്ചു. ഞാൻ 7 മണിക്കല്ല ഇറങ്ങണം. അപ്പോൾ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. സമയം 4:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും കുളിയും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേരുടെ മേക്കപ്പ് ചെയ്യുക, അത് നമുക്കൊരു ടാസ്ക്കാണല്ലോ. മേക്കപ്പ് ചെയ്യലൊന്നുമില്ല, എന്നാലും അവരെ ഒരുക്കുക എന്നുള്ളത് വലിയൊരു പണിയല്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് തീർത്തിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ. അപ്പോൾ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ പിള്ളേരുണ്ട്, ഞാൻ, എൻ്റെ പിള്ളേർ, അമ്മ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇത്ര പേരുണ്ട്. പിന്നെ മുതുവറ, ഇരിങ്ങാലക്കുട, അങ്ങനെ പല പല സ്ഥലത്തു നിന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അവർ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. അവിടെ നിന്ന് അമ്മായി, അവരുടെ മക്കൾ, അവരുടെ കുട്ടികളൊക്കെ കൂടിയിട്ട് അവിടെ നിന്ന് വരും. അവിടെ നിന്ന് പിന്നെ മുതുവാറയിൽ നിന്ന് അടുത്ത ടീം കയറും, പിന്നെ ഞങ്ങൾ, അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുങ്ങണ സമയത്ത് നല്ല മഴ പെയ്തപ്പോൾ അത് പുതിയ സെറ്റ് മുണ്ടായതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് 1-2 പ്രാവശ്യം എടുത്ത് ഈ സെറ്റ് മുണ്ട് എടുക്കാൻ വെച്ചിട്ടാണ്. ആ അമ്പലത്തേക്ക് ഇതുവരെ പോയിട്ടില്ല. അവിടുത്തെ ഇത് എങ്ങനെയാണ്, ചളിയാണോ അതൊന്നും അറിയില്ല കേട്ടോ. അപ്പം എല്ലാവരും ഒരുക്കം കഴിഞ്ഞ് ഞാനും ഒരുങ്ങി, ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇനി ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഓട്ടോയിൽ കേച്ചേരി വരെ പോയിട്ട് അവിടേക്കാണ് ബസ് വരിക, അതിലാണ് കയറി പോകണം കേട്ടോ. അങ്ങനെ കാത്ത് നിന്നിട്ട് ഞങ്ങളുടെ ട്രാവലർ വന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് കയറി തുടങ്ങിയിട്ടാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേറൊരു ലോകമായിരുന്നു. കാരണം എല്ലാവരും അങ്ങനെ എപ്പോഴും കാണുന്നില്ല. എന്തെങ്കിലും പൂരം വരുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും കല്യാണങ്ങൾ, അങ്ങനെ എന്തെങ്കിലും പരിപാടി വരുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊന്ന് കൂടുക. അപ്പം ഇതെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോവുകയാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോകുക എന്നുള്ളതൊക്കെ മറന്നു തുടങ്ങി. ഞങ്ങളൊരു ട്രിപ്പ് പോണ ഫീലായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ട്, എല്ലാവരും സെറ്റ് മുണ്ടെടുത്ത്, ഈ പച്ച ബ്ലൗസ് ഇട്ട ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വിഷ് ചെയ്തു. ഭയങ്കര ഹാപ്പി, കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിലത്തെ അന്നെടുത്ത ഒരു വീഡിയോ പോലും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര സ്പെഷ്യലാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്, ഞാൻ തന്നെ 12 വർഷങ്ങൾക്ക് ശേഷമാണ് തറവാട്ടമ്പലത്തേക്ക് പോണത്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തറവാട്ടമ്പലത്തേക്ക് പോണത് ഇത് ആദ്യമായിട്ടാണ്. കാരണം നല്ല സമയത്തൊക്കെ ചെറിയ പിണക്കങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാതെ മിണ്ടാതെയൊക്കെ ഇരുന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടണതാണ് ഇപ്പം അടുത്തൊക്കെ ആയിട്ടിട്ട്. അപ്പോൾ തീരുമാനിച്ചാണ് എല്ലാവരും കൂടിയിട്ടൊന്ന് തറവാട്ടമ്പലത്തേക്ക് പോകാമെന്ന്. ഈ യാത്രയിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പേര്, കുറേ പേർക്ക് വരാൻ പറ്റാതെ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛനില്ല, അങ്ങനെ കുറച്ച് 1-2 പേര് നമ്മുടെ കൂടെ ഇല്ല. പിന്നെ വരാൻ ആഗ്രഹിച്ച പലർക്കും വരാൻ പറ്റിയിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് അതിൻ്റെ തലേദിവസം വരെ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ ഇവിടെ. അന്ന് സൺഡേ മാത്രം മഴ പെയ്തിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, മഴ പെയ്തിട്ട് യാത്ര മുടങ്ങും, കാറ്റ് വീശി ഗതാഗതം മുടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ കണ്ടപ്പോൾ പേടിയുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പാലക്കാട് മാങ്കുറിശ്ശിയിൽ എത്തിയേക്കാണ് കേട്ടോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ. അവിടെ എത്തിയപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ വീടുകളും അവിടെ കുറേ മരങ്ങൾ, നല്ല അടിപൊളി ലൊക്കേഷൻ, ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും ഭയങ്കര അടിപൊളി സെറ്റപ്പ് കേട്ടോ. ചെന്നിറങ്ങി അപ്പോൾ 1-2 പേര് വണ്ടിയുമേ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറേ വിശേഷങ്ങളും കഥകളൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടന്നു പോകാം കേട്ടോ. പണ്ട് എപ്പോഴും ഏതോ കല്യാണത്തിനാണ് ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാ ബന്ധുക്കളും കൂടിയിട്ട് ഇങ്ങനെ നടന്നു പോയിട്ടുള്ളൊരു ഓർമ്മ. ഇത് കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ എത്തിയിട്ടാണ്. ഇതാണ് അമ്പലം. ഞാൻ പറഞ്ഞില്ല, ഒരു 12 വർഷം മുന്നേ എപ്പോഴോ വന്നതാണ് ഇവിടെ. എനിക്ക് ഓർമ്മയുണ്ട് അമ്പലം എങ്ങനെയൊക്കെയാണെന്നൊക്കെ. പക്ഷെ അന്ന് വന്ന പോലെ ഒന്നല്ല ഇപ്പം അമ്പലം. അമ്പലമൊക്കെ കുറച്ച് പുതുക്കി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ ഞായറാഴ്ചയും പൂജയുണ്ടാവും, പിന്നെ മാസപൂജയുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഒരു മാസപൂജയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്.
പിന്നെ അവിടെ എല്ലായിടത്തും തൊഴുതു ചുറ്റോറം ചെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എന്തു ഭംഗിയാണ് കാണാൻ, പാടവും കുളവും. പിന്നെ വേഗം വീഡിയോ എടുക്കാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ മുഴുവൻ വീഡിയോ എടുത്ത് ഞാനൊന്നുമല്ല കേട്ടോ, ഫോൺ ആരുടെ കയ്യിലൊക്കെയോ കൊടുത്തു. പിള്ളേരുള്ള കാരണം കൊണ്ട് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴൊക്കെ ഫോൺ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്ത് അവർക്ക് പറ്റുന്ന പോലെ അവരും വീഡിയോ എടുത്തിട്ടുണ്ട്, എനിക്ക് പറ്റുന്ന പോലെ ഞാനും വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാം വീഡിയോ എടുക്കാൻ തോന്നും, കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ പായസം ഒരു രക്ഷയില്ല. എൻ്റെ അമ്പലത്തിലത്തെ പായസം ആയതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ല ശർക്കര പായസം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. നല്ല മധുരമുണ്ട്, അരി നന്നായി വെന്തിട്ടുമുണ്ട്, നല്ല മണം. അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അവിടെ ജസ്റ്റൊക്കെ ഒന്ന് റൗണ്ട് അടിക്കാൻ വിചാരിച്ചു. കുറേ ബന്ധുക്കളുടെ വീടുണ്ട്, അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോകണം. പിന്നെ അവിടെ ഒരു കുളം ഉണ്ട് എന്ന് പറഞ്ഞു, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ കുളം കാണാൻ പോയി. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്ത് എല്ലാവരും കുറേ നേരം അവിടെ വർത്താനം പറഞ്ഞ് നിന്നു. എല്ലാവരും സെറ്റ് മുണ്ടിലൊക്കെ ആയതുകൊണ്ട് സെറ്റ് മുണ്ടും പട്ടുപാടൊക്കെ ആയിട്ട് ഭയങ്കര ട്രഡീഷണൽ ലുക്കിലായിരുന്നു എല്ലാവരും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കമൻറ്റൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഓരോ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞു പോകുന്നു. പിന്നെ വരുന്ന വഴിക്ക് വേറെ ബന്ധുക്കളുടെ വീട്ടിൽ അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നത് അച്ചാച്ചൻ്റെ വീട് അച്ചമ്മയുടെ വീട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലായിടത്തും കയറി യാത്രയൊക്കെ പറഞ്ഞ് കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ട്രാവലറിൽ കയറിയിട്ട് തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തിരിച്ച് കയറി പോകുമ്പോൾ ഞങ്ങൾ ഡാൻസൊക്കെ കളിക്കാണ്ട് പിടിച്ചിരുന്നതാട്ടോ. അടിപൊളി പാട്ടൊക്കെ വെച്ചെങ്കിൽ ഞങ്ങൾ പിടിച്ചിരുന്നത്. അമ്പലത്തേക്കല്ല പോകണേ, സെറ്റ് മുണ്ടൊക്കെ അല്ല ഉടുത്തേക്കണേ, അതൊന്നും ഉടയണ്ട ഭംഗി പോകണ്ടെന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളിരുന്ന് തിരിച്ച് കയറുമ്പോൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഫുള്ള് ഡാൻസ് കളിച്ചിട്ടാണ് പോകുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തേക്കൊക്കെ പോയി വന്നതല്ലേ, വല്ല മസാല ദോശ എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ട്. പക്ഷേ ഏകദേശം ഉച്ചയ്ക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അവസാനം മസാല ദോശ മാറ്റിയിട്ട് ബിരിയാണി, ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങൾ വന്നത്. പിന്നെ പോണ വഴിക്ക് വേറെ എവിടെ ഇറങ്ങാനൊന്നുമില്ല, കാരണം പിറ്റേ ദിവസം സ്കൂൾ തുറക്കണോണ്ട് എല്ലാവർക്കും നേരത്തെ വീട്ടിലെത്തണം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയും വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോൾ പറഞ്ഞില്ലേ ഡാൻസ് കളിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഡാൻസാണ്, എല്ലാവരും ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്ത്. കുറേ നാൾക്ക് ശേഷം കൂടണതല്ലേ, അപ്പോൾ പരമാവധി ഓരോ മിനിറ്റ് പോലും ഞങ്ങൾ വേസ്റ്റാക്കാതെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് ട്രിപ്പ് എന്തൊക്കെയാണെന്നുള്ള പ്ലാനിങ്ങും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടണം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. ആർക്കും ബോറടിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാനിതെന്ന് വെച്ചാൽ ഒരു കണ്ടൻറ്റിലുപരി ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓർമ്മയായിട്ട് എൻ്റെ ഈ ചാനലിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രയ്ക്കുള്ള നെക്സ്റ്റ് വീഡിയോയിൽ വരെ ടാറ്റാ ബൈ ബൈ, സീ യു.